പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ
കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ മേൽ വിശ്വാസം എങ്ങനെയാണ് സ്വയമായിട്ട് വളർത്തിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈ കാനൻകാരിയുടെ ഈവൻ്റ് അനലൈസ് ചെയ്തുകൊണ്ട് അവൻ്റെ കാനൻകാരിയുടെ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്യണം. അതിലൊന്ന് ഇപ്പം നേരത്തെ ഇന്നലെ നമ്മൾ എന്താ കണ്ടത്? 0 ക്ലെയിം. അവളുടെ ക്ലെയിം ഇല്ലെന്നുള്ളത് ഈശോ പ്രഖ്യാപിച്ചു. ക്ലെയിം ഇല്ല എന്ന് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴും അവൾ പിന്തിരിയുന്നില്ല. പിന്തിരിയാതെ നിൽക്കണം. എന്നിട്ട് എന്താ ചെയ്യണത്? അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണം. കാരണം ഇവൾ ആദ്യമേ കയറി ഈ കേസ് ഇങ്ങനെ ഈശോ ഇട്ടിട്ട് കളിപ്പിക്കണം. എന്താ അറിയാമോ? ഇവൾ ആദ്യമേ കയറി വല്ലാത്തൊരു വിശ്വാസം പ്രഖ്യാപിച്ചായിരുന്നു. അത് യഹൂദന്മാരെ വെട്ടിക്കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചായിരുന്നു. എന്താണെന്നറിയാമോ? കർത്താവിനെ കണ്ടപ്പോൾ കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചു, എന്നിൽ കനിയണമേ. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം. ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയാൻ എന്താ? രക്ഷകനെന്നാണ് വിളിച്ചിരിക്കുന്നത്. നീ ക്രിസ്തു രക്ഷകനാണെന്ന്, ഏകരക്ഷകനാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും നിനക്ക് കർത്താവിൻ്റെ മുമ്പിൽ ക്ലെയിം ഉണ്ടാവും. ചിലപ്പോൾ ഇത്തിരി വട്ടം കളിപ്പിക്കും, പക്ഷേ അത് നീ കുറച്ചുകൂടി ഫെയ്ത്ത് അപ്പോൾ ഫെയ്ത്ത് ഉണ്ടാകാൻ വേണ്ടി, വിശ്വാസത്തിന് മേൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി നിൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക് ദൈവം ചെയ്യുന്ന ചില ഹോംവർക്കുകളാണത്, ഗൃഹപാഠങ്ങൾ. അപ്പോൾ ഇവള് വന്നിട്ട് ഇപ്പോൾ പറയുന്നത് അറിയാമോ? കർത്താവേ സഹായിക്കണേ എന്നാ പറഞ്ഞു. വേറെ ഒന്നും പറയാനില്ല. ആളിന് ക്ലെയിം ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഇനി വാരിക്കെട്ടി ഭർത്താവിൻ്റെ കാര്യമില്ലല്ലോ. കർത്താവേ സഹായിക്കണേ. അതെന്ത് രസമാണ് കേൾക്കാൻ. കാര്യം എന്താണ്? മറ്റൊരുവൻ ഇവൻ രക്ഷകരെന്ന ആദ്യമേ കയറി ഇവൾ പറഞ്ഞില്ലേ. അവളെ പറയാതെ ഇവൾ പറയുന്ന കാര്യം എന്താ? ഒക്കെ വിശ്വാസമുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സഭയുടെ പഠനം എന്താണെന്ന് ഈ വിഷയം നോക്കിയില്ല. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസം, ക്രിസ്തു ഏക രക്ഷകനാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രത്യേകം വിളിക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് വരും. ഇവൾ പരിശുദ്ധാത്മാവ് ഇവർക്ക് നോട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കർത്താവെ സഹായിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയുടെ പിന്നിൽ അതിൻ്റെ ഘടന എന്താണ്? മറ്റ് ആരിലും സഹായമില്ലെന്നാണ്. മറ്റാരും സഹായമില്ല, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യരക്ഷ നൽകാൻ നീ മാത്രമേ ഉള്ളൂ. കർത്താവെ സഹായിക്കണേ. ഇത് ആണ് ഇവൾ പറയണത്. അതായത് ഇങ്ങനെ ഒരു ക്ലെയിം ലോസ് ആകുകയും 0 ക്ലെയിം ആകുകയും ചെയ്യുന്ന സമയത്തും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഇവൾ വിട്ടുകൊടുക്കണില്ലല്ല. അവസാനം വരെ ഫൈറ്ററാണ്. ഫെയ്ത്ത് ഫുൾ ഈസ് എ ഫൈറ്റർ. ഫെയ്ത്ത്ഫുൾ, വിശ്വാസം കൊണ്ട് ദൈവത്തോട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. ഇവൾ ഫൈറ്റ് ചെയ്യുക. അപ്പോഴിവൾ ഫൈറ്റ് എന്തുമാത്രം ഇവൾ കയറിപ്പോകുന്നറിയാൻ വേണ്ടി കർത്താവ് ഇവളോട് പറയുവേ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. മത്തായി 15:26. അവൻ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അത്ര മോശമല്ല സംഭവം. ഒരു ഇസ്രയേൽ അല്ലെങ്കിൽ ഒരു വൈറ്റ്മെൻ കാഴ്ചപ്പാടിൽ, അറബിക് കാഴ്ചപ്പാടിൽ അത് പ്രശ്നമാണ്. പക്ഷെ വൈറ്റ്മെൻ, യൂറോപ്യൻ, ഇസ്രയേൽ കാഴ്ചപ്പാടിൽ അത്ര കുഴപ്പമില്ല. ഇതെല്ലാം ഈ കഷ്ണങ്ങൾ കൊടുക്കണില്ലേ, ഫ്രിഞ്ചസ് കഷ്ണങ്ങൾ നായ്ക്കൾക്ക് കൊടുക്കുന്നത് പറയുന്നത് അത് സ്ട്രീറ്റ് ഡോഗ്സ് അല്ലത്. സ്ട്രീറ്റ് ഡോഗ്സ് ആണെങ്കിൽ ഈ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അത് പെറ്റ് ഡോഗ്സാണ്. കാര്യം അവൾ അങ്ങനെ പറയുന്നുണ്ടത്. അവൾ പറഞ്ഞു അതെ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അതെന്താ പെറ്റ് ഡോഗ്സ് ആണത്. നിങ്ങൾക്കറിയാവില്ലേ പെറ്റ് ഡോഗ്സിൻ്റെ അവസ്ഥ? അറിയാവില്ല. മക്കളെപ്പോലെ തന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളതാണ്. നമുക്കത് മലയാളികൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പെറ്റ് ഡോഗ്സ്
എന്ന് പറയണത് മക്കളെപ്പോലെ തന്നെ അവരുടെ കെട്ടിൽ നമ്മുടെ കട്ടിലെ കിടത്തി ഉറക്കുക, നമ്മുടെ വീട്ടിൽ കിടത്തി ഉറക്കുകയും എല്ലാ കാര്യങ്ങളും അവനോട് ഇടയ്ക്ക് യജമാനൻ സംസാരിക്കുകയും അവൻ സംസാരിക്കുന്നിടത്ത് അവൻ തിരിച്ച് ഇൻട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ഈ പെറ്റ് ഡോഗ്സിനെ വളർത്തുന്നത്. കാരണം അവർക്ക് ഇഞ്ചക്ഷനും ബിസ്ക്കറ്റും അവരുടെ വിര ഉണ്ടാകാതിരിക്കാനും റെസിസ്റ്റൻസിനും എല്ലാം അതുപോലെ കുളിപ്പിക്കലും എല്ലാം സംവിധാനം ചെയ്തു. അപ്പോൾ ചില മനുഷ്യർ പെറ്റ് ഡോഗ്സ് നമ്മളതിൻ്റെ അകത്ത് ഡോഗ്സിനെ ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് നമ്മൾ നല്ല സമയം കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും ഈ മനുഷ്യന് വേറൊരു വ്യക്തിയുള്ള പോലെ തോന്നും. ചില സമയത്ത് മക്കളെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പങ്ങളുണ്ടാകാം, ചില സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമില്ല. ഈ വൈറ്റ് മാൻസിനുള്ള പ്രശ്നങ്ങൾ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞാൻ കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ചെന്ന് ധ്യാനിപ്പിക്കുന്ന സമയത്ത് രാവിലെയുള്ള കാഴ്ച ഈ പെറ്റ് ഡോഗ്സിനെ കൊണ്ട് പോണതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പെറ്റ് ഡോഗ്സ് ഇല്ലാതെ ഒരു വൈറ്റ് മാനെ നമുക്ക് അവരുടെ പെർമിസിൽ കാണത്തില്ല. പെർമിസിൽ ഒരാൾ നിൽക്കുക, അവരുടെ വളപ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഡോഗ് ഉണ്ടാകും. അപ്പോൾ അത്രയും സ്നേഹത്തിൽ അതാണ് ഇവിടെ പറയണത്. ഓക്കെ, ഞാൻ പെറ്റ് ഡോഗ്സ് ആണെന്ന് പറയും. ഞാൻ നീ വളർത്തുന്ന പട്ടിയാണ്, പട്ടിക്കുഞ്ഞാണ്, കുഴപ്പമില്ല എന്ന് പറയും. പട്ടിക്കുഞ്ഞാണെങ്കിലും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അപ്പോൾ ഇത് കേട്ടോടുകൂടി ഈശോ ഇത് കേൾക്കാൻ വേണ്ടി ആണ് കാത്തിരുന്നത്. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് മനുഷ്യരാശിയുടെ വിശ്വാസത്തിൻ്റെ ലെവല്, അതായത് ഈശോനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ഫെയ്ത്ത്, സ്റ്റാൻഡേർഡ് ഫെയ്ത്ത് കൊണ്ട് പറ്റത്തില്ല എന്നുള്ളതും നിലവാരമുള്ള വിശ്വാസത്തിലേക്ക് വരണം. അതാണ് ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത്. ഈ കൃപയ്ക്ക് മേൽകൃപയെന്ന് നമ്മൾ ആർജിക്കണമെങ്കിൽ ഫെയ്ത്ത് അപ്പോൺ ഗ്രേസ് അപ്പോൺ ഗ്രേസിന് വേണ്ടി ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് വേണം. അതിനാണ് ഈ കാനംകാരിയുടെ ഏറ്റവും നല്ലൊരു ടീച്ചിങ് എയ്ഡാണുള്ളത്. അപ്പോൾ യേശു പറഞ്ഞു സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. നീ ആഗ്രഹിക്കുന്ന പോലെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. നമുക്കിങ്ങനെ എന്തെങ്കിലും രോഗം, ക്ഷീണം, അതുപോലെ ഇടറൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ആ ഇടർ വന്നു, രോഗം വന്നു എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൗഖ്യമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് അത് വെച്ച് ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത് ഉണ്ടാകണമെന്നാണ്. അപ്പോൾ അതെപ്പോഴും ആ ഒരു ബോധം ഉണ്ടാകണം. ദൈവം എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? ഗ്രേസ് അപ്പോൺ ഗ്രേസിന്, കൃപയ്ക്ക് മേൽ കൃപയ്ക്ക്, ഫെയ്ത്ത് അപ്പോൺ ഫെയ്ത്ത്, വിശ്വാസത്തിന് മേൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ വേണ്ടി ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് മേരി. ഞാൻ ചൈനയിൽ നിന്ന് വരുന്നു, ഹോങ്കോങ്. ഞാൻ 2018 കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അന്ന് എനിക്കൊരു 2 വയസ്സും 4 വയസ്സുള്ള കൊച്ചുമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. പോസ്റ്റ് ഡെലിവറി ഡിപ്രഷനായും ജോലിയുടെ പ്രഷറുകാരും ഒക്കെ ആയി ഒത്തിരി സങ്കടത്തോടെ വന്നാണ് 6 മാസം നോ പേ ലീവ് എടുത്ത് വരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയുടെ ഫാമിലി വഴി അറിയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന അന്ന് എനിക്ക് ഭയങ്കര ക്രൗഡായിരുന്നു. ഞാൻ എൻ്റെ അസ്വസ്ഥത കൊണ്ട് ഞാനിവിടെ ആരോടൊക്കെ ചോദിച്ചു അച്ഛനെ കാണാൻ പറ്റുമോയെന്ന്. അത് എൻ്റെ അവസ്ഥ കണ്ട് തന്നെ ആ സിസ്റ്റർ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കാണുന്നതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് അച്ഛൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ പോയി തിരിച്ച് ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ഞങ്ങൾ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ആയിരുന്നു പോകുന്നത്. അന്ന് ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ല. ഞാനപ്പോൾ ഒരു വീട് വേണമെന്നുള്ളത് ഞാൻ എഴുതിയായിരുന്നു. എൻ്റെ 2 പിള്ളേർക്കും എക്സീമ ഉണ്ടായിരുന്നു. എക്സീമ മാറണമെന്ന് മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ വെച്ചതായിരുന്നു. ഞങ്ങളറിയാതെ തന്നെ 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു 3 ബെഡ്റൂം ഫ്ലാറ്റ് മാതാവായിട്ട് ഒരുക്കി. അതൊന്നും ഞാൻ അന്ന് ചിന്തിച്ചില്ല. അന്നെനിക്ക് ഉടമ്പടി മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും പറ്റിയില്ല. കാരണം എൻ്റെ ശാരീരികമായ അവസ്ഥ അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ 6 മാസം കൊച്ചുങ്ങളെ നാട്ടിൽ നിർത്തിപ്പോകാമെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും വീണ്ടും തിരിച്ചു പോയി. മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്നതാണ്. മാതാവുമായിട്ട് ഭയങ്കര അടുപ്പത്തിലുള്ളതാണ്. പക്ഷേ കൃപാസനത്തിൽ എന്നെ എത്തിക്കുമെന്നുള്ളത് എൻ്റെ അനുഭവം ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഞാൻ അറിയുന്നത്. മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു നിയോഗമായിരുന്നു അതെന്ന്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അതുപോലെ ഇവിടെ വന്നു.
പിന്നീട് ഒത്തിരി കാര്യങ്ങളൊന്നും എൻ്റെ കൊച്ചിൻ്റെ എക്സീമ പോയതാണ്. പിന്നീട് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാനൊന്നും വന്നില്ല. അപ്പോൾ ഇനി പിന്നീട് വീണ്ടും വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ, ഞാനിവിടെ വന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ 2023 ഇവിടെ വന്നപ്പം വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു. കഴിഞ്ഞ കൊല്ലം വീണ്ടും വന്നു. അപ്പോൾ കൊച്ചിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവർക്ക് മടിയായതുകൊണ്ട് ഞാൻ വന്നില്ല. പിന്നീട് ഞാൻ കഴിഞ്ഞ കൊല്ലം ഉടമ്പടി എടുത്തപ്പം വീണ്ടും മാതാവിനോട് പറഞ്ഞു, ഇതിൽ വന്നാൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു പോയി. ഈ കൊല്ലം വന്നത് വീണ്ടും സാക്ഷ്യം പറയാൻ എക്സീമ മുഴുവനായിട്ടും മാറി. അതെൻ്റെ ഒരു ഉടമ്പടി സാക്ഷ്യമായിരുന്നു. ഇപ്പം 13 വയസ്സായി മക്കൾക്ക്. 11-12 വയസ്സൊക്കെ ആയി. ഇപ്പം കംപ്ലീറ്റ്ലി പോയി. ഒരു 5% ഉണ്ട്, ചെറുപ്പമല്ല ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്കും ക്ലൈമറ്റിനുമൊക്കെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മോന് സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ്. അവിടെ ഗ്രേഡിംഗ് ആണ്, ബാൻഡ് 1, 2, 3 എന്നാണ്. അപ്പം നമ്മുടെ പ്രൈമറി സ്കൂൾ 5ലെയും 6ലെയും റിസൾട്ട് അനുസരിച്ചാണ് അലൊക്കേഷൻ ഗവൺമെൻറ് ഇടുന്നത്. ഞങ്ങളായിരിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ നല്ല സ്കൂളുകൾ, കാത്തലിക് സ്കൂളിൽ പോകണമെന്ന് ഞാൻ റെക്കമെൻഡേഷനൊക്കെ നോക്കി, പാരിഷ് പ്രീസ്റ്റിൻ്റെയും ഒക്കെ റെക്കമെൻഡേഷൻ ഇട്ട് നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പം ഇച്ചിരി നിരാശ വന്നു. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിന് ഇഷ്ടമുള്ള ഒരു സ്കൂളിൽ എൻ്റെ മോന് അഡ്മിഷൻ കിട്ടണേന്ന്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ടല്ല, മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആദ്യത്തെ ടേമിൽ അവന് C ഗ്രേഡായിരുന്നു. സെക്കൻഡ് ടേമിൽ വന്നപ്പോൾ അവന് B ഗ്രേഡായി. ഫൈനലായപ്പോൾ അവന് A ഗ്രേഡായി. അവൻ്റെ പെർഫോമൻസിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നു, ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഞാനതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിന് ഒത്തിരി നന്ദി. അവന് കിട്ടിയ സ്കൂള് ഗവൺമെൻറ് സ്കൂളാണ്. ഏറ്റവും BEN 1 സ്കൂളിൽ കിട്ടി. അതും എനിക്കൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ കാത്തലിക് ചേർച്ചാണ് അവൻ്റെ സ്കൂളിൻ്റെ വാളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒത്തിരിക്ക് അടുത്തായിട്ട് പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ഈശോയ്ക്ക് അതിന് ഒത്തിരി നന്ദി പറയുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു +2 പോലെ നമ്മുടെ ഇവിടുത്തെ +2 ലെവലിലുള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ DSE എന്ന് പറഞ്ഞാൽ ഒരു എക്സാമുള്ളൂ. 10th ക്ലാസ്സിനും +2നും കൂടി ഒറ്റ എക്സാമുള്ളൂ, ഡിസൈഡ് ഫോർ ദ യൂണിവേഴ്സിറ്റിയിലേക്ക്. അന്ന് കഴിഞ്ഞ കൊല്ലത്തെ ബാച്ചിൽ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, എൻ്റെ പിള്ളേർക്കൊക്കെ നല്ല മാർക്ക് കിട്ടണം. ഞാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ആ കൊല്ലം ഞങ്ങളുടെ സ്കൂളിലുള്ള 120 പിള്ളേർക്കും നല്ല മാർക്ക് കിട്ടി പാസ്സാകണം, നല്ല ഗ്രേഡ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എല്ലാവരും പാസ്സായി, എല്ലാവർക്കും നല്ല ലെവലിലുള്ള ഗ്രേഡും കിട്ടി. അന്ന് ഞാനത് വലിയ കാര്യമായിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വാട്സപ്പിൽ കൂടി മാതാവിൻ്റെ എന്തെങ്കിലും ഒരു വചനം ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനം എല്ലാ ദിവസവും പിള്ളേർക്ക് ഇടും. ഇംഗ്ലീഷിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും ഇടും. അപ്പോൾ എൻ്റെ പിള്ളേരെല്ലാവരും നല്ല രീതിയിൽ, ഈവൻ വേറെ പൂറായിട്ട് പെർഫോം ചെയ്ത സബ്ജക്റ്റിലും അവർക്കെല്ലാം നല്ലൊരു അലൊക്കേഷൻസ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് കിട്ടി. അതുപോലെ ഈ കൊല്ലമാണ് അതിൻ്റെ മെറിറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കൊല്ലവും നല്ലോണം നോർമലായിട്ട് പെർഫോം എന്ന് എൻ്റെ പാനൽ ഹെഡ് എന്നോട് ഇന്ന് ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്ന് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ട് എക്സെപ്ഷണലി എക്സലൻ്റ് ആയിരുന്നെന്ന്. അപ്പോൾ എന്നെ പെട്ടെന്ന് ക്ലിക്കായി. ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട് മാതാവ് അതിൽ പ്രത്യേകമായിട്ട് ഇടപെട്ടു. അതിനുള്ള സൈനായിട്ട് എനിക്ക് ഞാനിപ്പോൾ ഹോളിഡേയ്സിന് വരുന്നതിന് മുമ്പ് അത് പറഞ്ഞപ്പോൾ അതിന് തീർച്ചയായിട്ടും ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് മാതാവിനോട് പറഞ്ഞതാണ്. നാലാമത്തെ കാര്യം, എൻ്റെ തന്നെ ജോലി സെക്യൂരിറ്റിയാണ്. ഞാനൊരു 16 കൊല്ലമായിട്ട് സെയിം സ്കൂളിലാണ് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ചൈനീസ് അല്ലാത്തത്. അപ്പോൾ ഒത്തിരി പ്രഷറുണ്ട്. കാരണം എൻ്റെ സീനിയർ ലെവലിലുള്ളതും ഒരു ജൂനിയർ 2 ടീച്ചേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും സെയിം സാലറിയിൽ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ എപ്പോഴും എനിക്ക് കൊളീഗ്സിൻ്റെ അടുത്തതായിട്ടും ഒത്തിരി പ്രഷറുണ്ട്. ഓരോ നിമിഷവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കുന്ന ഒരു ഇതിലായതുകൊണ്ട് ഞങ്ങളെപ്പോഴും മാതാവിനെ ആശ്രയിക്കും, കൊന്തചൊല്ലും. അപ്പം ഞാൻ കഴിഞ്ഞ ഉടമ്പടിയിൽ വെച്ച് എനിക്ക് ജ്ഞാനവും വിവേകവും തരണേന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരണേന്ന് പ്രത്യേകം എന്നോട് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും നമുക്ക് ഉതകാത്തത് നടക്കൂ എന്നുള്ളപ്പം മാതാവ് എന്നോട് മുമ്പേ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരും, നീ അങ്ങനെ ചെയ്യുക, അതിലെന്തോ കുറവുണ്ടെന്നുള്ളത്. അപ്പം ഞാനതിന് മുമ്പേ ചെയ്യുന്നത് കൊണ്ട് എനിക്കതിനെ തരണം ചെയ്യാനുള്ള കൃപ മാതാവ് തരുന്നുണ്ടെന്ന് എനിക്കത് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പ്രാവശ്യം
പേരൻസ് കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് വരുമ്പോൾ ലെസൺ ഒബ്സർവേഷനായിട്ട് പ്രിൻസിപ്പൾ, പാനൽ ഹെഡ്, വൈസ് പ്രിൻസിപ്പളൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്നേ ദിവസം ഞാൻ കംപ്ലീറ്റ്ലി, ഞാനൊരു നല്ല എക്സ്പീരിയൻസ് ടീച്ചറാണ്, അപ്പം ഞാൻ നല്ലോണം ഒരുങ്ങിയാണ് പോയത്. പക്ഷേ കമ്പ്യൂട്ടർ ബ്രേക്ക് ഡൗൺ ആയി, പ്രിപ്പയർ ചെയ്ത പവർ പോയിൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ ക്ലാസ് റൂമിൽ ചെന്ന് കഴിയുമ്പോൾ സിസ്റ്റം ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി 0 ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, എനിക്ക് ആകെയുള്ള ഹാർഡ് കോപ്പിയാണ്, ഞാൻ പ്രിൻ്റ് എടുത്ത മെറ്റീരിയൽ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ക്ലാസ് റൂമിൽ ചെല്ലാൻ വരെ ഞാൻ 5 മിനിറ്റ്സ് ലേറ്റായി. പക്ഷേ എനിക്ക് തന്നെ അറിയില്ല, മെൻ്റലി ഞാൻ ഭയങ്കര ഡിസ്ട്രെസ്സായി. പക്ഷേ അത് നല്ല ഭംഗിയായിട്ട് ആ ലെസൺ കഴിഞ്ഞു. എൻ്റെ പാനൽ ഹെഡ് എനിക്ക് നല്ല റെക്കോർഡ് തന്നു. പിന്നീട് അന്ന് തന്നെ എനിക്ക് റിപ്പോർട്ട് തരേണ്ടതാണ്. പക്ഷേ വൈസ് പ്രിൻസിപ്പളാണ് അക്കാഡമിക് സെക്ഷനിലുള്ള. പ്രിൻസിപ്പൾ കണ്ടു, പക്ഷേ വൈസ് പ്രിൻസിപ്പളാണ് റിപ്പോർട്ട് തരേണ്ടത്. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് തന്നില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞ് ബിസിയാണ്. അപ്പം ഞാനത് ഓർക്കുന്ന ആ കുറവുകളെല്ലാം എൻ്റെ കുറവ്, ആ പറഞ്ഞവരുടെ കുറവായി മാറ്റിയത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലിലൂടെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം ഞാൻ അത് പ്രിൻസിപ്പളിനോട് പറഞ്ഞപ്പോൾ എല്ലാം നോർമലായി തന്നെ അത് സെറ്റിലായി. അതിനെല്ലാം എനിക്ക് മാതാവിനോട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. കാരണം മാതാവ് എൻ്റെ ജീവിതത്തിൽ, ഞാൻ മേരിയാണ്, ഞാനെന്നും മാതാവിനെ നോക്കി വളരേണ്ട ഒരു മകളാണ്. അപ്പം ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എക്സീമയുടെ കാര്യത്തിൽ എൻ്റെ മക്കളെ ഞാൻ എപ്പോഴും വിശുദ്ധ തൈലം വരച്ച് കുരിശ് വരയ്ക്കും. കാരണം ഞാൻ എല്ലാ വിധത്തെ ഓയിൻമെൻറ്റും ക്രീമുകളൊന്നും തേച്ചിട്ടും അതിനൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു. പിന്നെ അവരെ കുളിപ്പിക്കുമ്പോൾ ഞാൻ വിശുദ്ധ സോൾട്ട് ഇട്ട് കുളിപ്പിക്കും. അങ്ങനെ കംപ്ലീറ്റായി അത് ഒരു ശീലമായി മാറി. അവർക്ക് ചൊറിച്ചില്ലെങ്കിൽ അവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർക്കത് കംപ്ലീറ്റ്ലി മാറി. ഞാൻ ഈ സാക്ഷ്യത്തോടെ പൂർണ്ണമായി 95% ക്ലിയറായി. അതും കൂടി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോഫായിരുന്നു. ഒത്തിരി മെഡിസിനൊക്കെ കഴിച്ചിട്ട് അത് പോകുന്നില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒന്നും അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ അത് മാറി. ഒരു 2-3 നവംബർ മാസം, ഞാനിവിടെ ജൂലൈയിലാണ് വന്നത്, നവംബർ മാസം വരെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞാൻ അതീവ തീഷ്ണതയോടെയാണ് ഞാൻ ചെല്ലുന്നത്. എല്ലാവരോടും കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുന്നു, കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ മെഡൽ കൊടുക്കുന്നു. അപ്പം എനിക്ക് തോന്നി എൻ്റെ ഒരു കൊളീഗ്, ഒരു ടീച്ചർ എപ്പോഴും കോഫി ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാരെന്തോ സ്പെഷ്യൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു, അത് മാറിയാലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ മെഡൽ കൊടുത്തിട്ട് പറഞ്ഞു, യു കീപ് ദിസ്, യു പ്രേ. അതുപോലെ തന്നെ കൃപാസന പത്രം ചൈനീസിലുള്ളത് ഞാൻ കൊടുത്തു. അന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാറ് ചുമയ്ക്കുന്നൊന്നുമില്ല. പിന്നെ 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ആ ചുമ വന്നു. അപ്പം ഞാൻ അച്ഛനെയാണ് ഓർത്തത്. അച്ഛൻ പറയും, അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ അച്ഛൻ്റെ രോഗത്തിനൊന്നും അച്ഛൻ പ്രാർത്ഥിക്കാറില്ല. അപ്പം ഞാൻ ഓർത്തു, മാതാവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഈ ചുമ. ഞാൻ ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടുണ്ട്, ഞാൻ കുറേ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ പിന്നെയും ടെസ്റ്റ് ചെയ്തു, ഇപ്പോഴും എനിക്ക് ആ ചുമയുണ്ട്. പക്ഷേ ഞാൻ എപ്പം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് ആ ചുമ വരുന്നത്. അപ്പോൾ എനിക്കറിയാം എന്നെ അത് ശല്യം ചെയ്യുന്ന ഒരു ദുഷ്ടാരൂപിയുടെ ഉപദ്രവമാണെന്ന്. ഞാൻ എപ്പോൾ ക്ലാസ്സിലെടുക്കണോ വലിയ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, ഇപ്പം ഞാൻ വർത്തമാനം പറയുന്ന പോലെ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഹോട്ട് വാട്ടർ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇന്നിവിടെ വന്നപ്പോഴും ഞാൻ ആ വിശുദ്ധ തൈലമെടുത്ത് ഞാൻ കുരിശ വരച്ചു. അപ്പോൾ എനിക്കതിൽ സൗഖ്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രമായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ 2018. പിന്നീട് ഈ കാലഘട്ടത്തിൽ എനിക്ക് ഈ പത്രത്തിനെപ്പറ്റി കൂടുതൽ മനസ്സിലായപ്പം ഞാൻ അതിനെ ഒരു ചൈനീസ് അറിയാവുന്ന ഒരു സ്ത്രീക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു നമുക്കത് മാറ്റാം. അപ്പോൾ ഞാൻ മലയാളത്തിലെ പത്രത്തിനെ ഇംഗ്ലീഷിലേക്കാക്കി അവൾക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് സിസ്റ്റർ ജോമോൾ എനിക്ക് ഇംഗ്ലീഷ് PDF ഇട്ട് തന്നു. അപ്പം ഞാനാണ് അതിന് ചൈനീസിനായിട്ട് സഹായിക്കാൻ എന്നെ മാതാവ് അത് ഉയർത്തി. എൻ്റെ ചൈനീസ് വലിയ ഇതൊന്നുമില്ലെങ്കിലും എനിക്കതിനെ വായിക്കുമ്പോഴും മനസ്സിലാക്കാനുള്ള കൃപയുണ്ട്. അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ എനിക്ക് മാതാവ് എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് നന്ദി പറയുന്നു. എനിക്ക് കിട്ടുന്ന പത്രം ഞാൻ ഫിലിപ്പീനിയൻസ് ഒത്തിരി ഉണ്ട് ഞങ്ങളുടെ പള്ളികളിൽ, അവർക്ക് വേണ്ടി ഞാൻ തഗാളോ പത്രം മേടിക്കും. പിന്നെ ഇവിടെയുള്ള സമയത്ത് ഞാൻ ഇംഗ്ലീഷും മലയാളവും കൊണ്ടുപോകും. മലയാളം പത്രമൊക്കെ ഞാൻ
കൊല്ലത്ത് പോയപ്പം കൊല്ലത്ത് കൈകെട്ടി ഈശോയുടെ അടുത്ത് കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ധൈര്യമാണ്. എനിക്കൊന്നും നാണിക്കാനൊന്നും ഞാൻ തോന്നില്ല. അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ താഴുമ്പം മാതാവ് നമ്മളെ ഉയർത്തും എന്നുള്ളത് ഞാൻ എല്ലാവർക്കും സന്തോഷമായിട്ട് കൊടുത്തു. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ തോന്നുന്നത്. എപ്പോഴൊക്കെ ക്ലാസ് റൂമിലാണെങ്കിലും ഞാൻ കൃപാസന മാതാവിനെ അല്ല ഈശോയെ പറയാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും ആരോടെങ്കിലും പറയണമെന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ ഈശോയെ സ്നേഹിക്കുന്നയാളാണ്. എൻ്റെ ഒരു കാത്തലിക് സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ സ്കൂൾ മോട്ടോ ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നാണ്. അപ്പം ഞാൻ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാനിങ്ങനെ എന്ത് ചെയ്യും, അവിടെ ആർക്കും നമുക്ക് ഫ്രീ ആയിട്ട് പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലൊരു വിയറ്റ്നാമീസ് അച്ഛൻ വന്നു. അച്ഛന് ചൈനീസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റീനെ ഏൽപ്പിച്ചു. അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല. കുറച്ച് നാൾ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് ഞാൻ അച്ഛനെ സഹായിക്കാൻ നോക്കാം. അപ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷമായി. ഞാൻ എല്ലാ വീക്കിലും സാറ്റർഡേ പോയി അച്ഛനെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അച്ഛൻ ഇംഗ്ലീഷിൽ സെർമൺ ഉണ്ടാക്കുന്നത് ഞാൻ അച്ഛനെ സഹായിക്കും. അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് ഞാനത് കുറേ പ്രാവശ്യം പറയിപ്പിച്ച് അത് കറക്റ്റ് ചെയ്ത് അച്ഛന് കോൺഫിഡൻസ് കൊടുത്ത് അച്ഛൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗം പറയാനും ഒക്കെ തുടങ്ങി. അതെനിക്കൊരു ഭയങ്കര ഇതാണ്. പക്ഷേ അച്ഛൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തിരിച്ചു പോകേണ്ടി വന്നു വിയറ്റ്നാമീസിലേക്ക്. അപ്പോൾ പിന്നീടുള്ള കാലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ പറയും, പരിശുദ്ധ അമ്മേനോട് പറയും, ഇന്ന ആൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിന് നീ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അതുപോലെ പ്രവർത്തിക്കും. ചിലപ്പോൾ ഒരുങ്ങിയിട്ടൊന്നും ആയിരിക്കില്ല. പള്ളിയിലിരിക്കുമ്പോൾ മാതാവ് പറയും, ആ കൊയറിലുള്ളവരെല്ലാവരും മദേഴ്സ് ഡേ അല്ലേ ഇന്ന്, അവരെല്ലാം ഫിലിപ്പീൻസിൽ നിന്ന് വരുന്നവരാ, അവരുടെ ഫാമിലിയൊക്കെ ഫിലിപ്പീൻസിൽ, അവർക്ക് ആരുമില്ല. നീ നിൻ്റെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി അവരെ വിഷ് ചെയ്തിട്ട് അവർക്കൊരു കുറച്ച് പൈസ കൊടുക്കുക, അവർ നല്ല സെലിബ്രേറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അത് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും, അപ്പം തന്നെ അത് ചെയ്യും ഞങ്ങൾ. ഓരോ നിമിഷം ഞങ്ങൾ പുറത്ത് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇന്ന വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിപ്പിക്കും മാതാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഞങ്ങളിങ്ങനെ ചെയ്യണമല്ലോ എന്നോർത്ത് പോയി ചെയ്യല, കടമ തീർക്കാൻ ചെയ്യില്ല. ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ മാതാവ് ഞങ്ങൾക്ക് വഴിയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, പലരും, ഞാനൊരു സീറോ മലബാർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ കൃപാസനത്തെ ദൂഷിക്കുന്നത് ഈ ശുശ്രൂഷ മേഖലയിലുള്ളവരാണ്. അവർക്ക് ഓരോ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ കൂടുതൽ അവരുടെ ഗ്രൂപ്പിൽ വിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പല പ്രാവശ്യം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിലൂടെ കൃപാസനത്തെ നോക്കുമ്പോൾ കൃപാസനം റിയലി എൻ അക്കാഡമി ഓഫ് സ്പിരിച്വൽ വെൽബീയിങ്, സ്പിരിച്വൽ ഡിസിപ്ലിൻ. എനിക്ക് അതേ പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കുമ്പം നമുക്കൊരു സ്കൂളാണെങ്കിലും ഒരു സൊസൈറ്റി ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. ഈ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തിൽ വരുന്നവരെല്ലാവരും തിരിച്ചു പോകുന്നത് വിശുദ്ധിയിൽ വളർന്നുകൊണ്ടാണ്. എനിക്കതിൽ പരിശുദ്ധ അമ്മ എന്നെയും കൂടി അത് കൂട്ടിച്ചേർത്തതിൽ ഈ കൃപാസനത്തിൻ്റെ ഒരു പാർട്ട് ഓഫ് ദാറ്റ് ലൈഫാകാൻ എന്നെ സഹായിച്ചതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ പറയുന്നത്, എല്ലാവരും കൃപാസനത്തെ ഒരു വേ ഓഫ് ലൈഫായിട്ട്, നമുക്ക് രണ്ടാം വരവിനായി ഒരുങ്ങി നിൽക്കുന്ന നമുക്ക് കിട്ടുന്ന ഭൗതിക ആവശ്യത്തെക്കാൾ കൂടുതലായിട്ട് ആത്മീയതയിൽ വളരാനും ഡീപ്പ് റൂട്ടാകാനായിട്ടും നമുക്ക് ഒരുങ്ങാനുള്ള ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒരു സാഹചര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരു സ്കൂൾ ഓഫ് സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, ഞാനിവിടെ കഴിഞ്ഞ കൊല്ലം അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾക്കൊരു ഇതായിരുന്നു, ഭയങ്കര പാട്. ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് അവിടെ ഹോങ്കോങ്ങിൽ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പ്ലാനുണ്ട്. ഞാൻ വീടില്ലാതെ അലഞ്ഞപ്പോൾ മാതാവ് എനിക്ക് 3 ബെഡ്റൂം ഫ്ലാറ്റ് ഇവിടെ തന്നു. ഹോങ്കോങ്ങിൽ ഞങ്ങൾ വീട് വിറ്റിട്ട് ഇട്ടെറിഞ്ഞ് പോകുന്ന, പിന്നെയും തിരിച്ച് മാതാവ് ഞങ്ങളെ കുടുംബമായിട്ട് അവിടെ കൊണ്ട് ഞങ്ങൾക്കൊരു വീട് മേടിക്കാനുള്ള സാഹചര്യം തന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ലോണൊക്കെ ഉണ്ട് അവിടെ. എന്നാലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് പറഞ്ഞു, ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ എന്ന്. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ, അത് അന്നേരമല്ലേ എന്ന്. അപ്പം ഞങ്ങൾ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് ജോലിയുണ്ട്. ജോലി ഇട്ടിട്ട് പോരാന്ന് അച്ഛൻ പറഞ്ഞു ഞങ്ങളോട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായതാണ്. ജോസഫ് അച്ഛൻ പറഞ്ഞു ഞങ്ങളോട്, നിങ്ങളെ മാതാവ് നോ എന്നാണ് പറയുന്നത്. അച്ഛനിങ്ങനെ എഴുതാൻ പറഞ്ഞു ഞങ്ങളോട് പല ലെറ്റേഴ്സ്. അപ്പോൾ അതിൽ യു ഉണ്ട്. അപ്പം ഹസ്ബൻഡും ഞാനും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്, അച്ഛൻ എഴുതി വെച്ചിരുന്നു മറുവശത്ത്. അപ്പോൾ എച്ചെന്ന് ഞാൻ എടുത്തില്ല. എച്ചെന്ന് പറഞ്ഞാൽ ഹോങ്കോങ്, നോണിഡ്. അപ്പം ഞാൻ സി എന്നിട്ടു. അത് സി ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ചൈനയാണ്, തിരിച്ച് നിങ്ങളോട് ചൈനയിലേക്ക് പോകാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് ഭയങ്കര വർക്ക് പ്രഷറുണ്ട്, കൊച്ചുങ്ങൾ
കൊച്ചുങ്ങളുടെ കാര്യമൊന്നും നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ ഒത്തിരി നേരം തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരുവേ വേണ്ടെന്നാണ് മാതാവ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു ചിന്തയില്ല. അവിടെ ചെന്നപ്പം ഭയങ്കര പീസ്ഫുള്ളാണ്. 6 മാസം ഇങ്ങനെ പോട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ 6 മാസം കഴിയുമ്പോൾ തിരിച്ച് പോകാനായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നത് മാതാവ് വിളിക്കുമ്പോൾ മാതാവ് എല്ലാം ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. മാതാവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താലും സംരക്ഷണത്താലുമാണ് ഞങ്ങൾ മാതാവിൻ്റെ നീല കാപ്പയിലാണ് ഞങ്ങൾ ഇന്ന്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ എപ്പോഴും എല്ലാവരും കേൾക്കും സഞ്ചാരി മാതാവാണ്, സുഗന്ധാഭിഷേകം കൊണ്ട്. ഞാൻ ഒരിക്കലും മാതാവിനോട് ഇത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രാവശ്യം എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടോ എന്നറിയാമെന്നുള്ളതിൽ തിരിച്ച് ചെന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു സൺഡേ പ്രാർത്ഥിക്കുക. ഒരു രൂപം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടുന്ന്. ആ രൂപത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുക, മാതാവേ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സുഗന്ധാഭിഷേകം തരണേന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുക്കളയിലാണ്. അപ്പം ഞാനതിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ നല്ല മണം ഇങ്ങനെ വരുവാ. മുല്ലപ്പൂവാണോ പെർഫ്യൂമാണോ, ഞങ്ങളാരും പെർഫ്യൂം ഒന്നും വെച്ചില്ല സൺഡേ വീട്ടിലിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കും കിട്ടുന്നുണ്ടെന്ന് മണം. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ പറഞ്ഞു ഇനി വേണ്ട, മതി, എനിക്ക് സന്തോഷമായി, ഞാൻ ഒരു അടയാളങ്ങളും ചോദിക്കാമെന്ന് പറഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഇനിയുള്ള പ്രേവിശ്രം ഞങ്ങളെ എല്ലാവരും പറയുന്നത് ഞങ്ങളെ ദൈവമായിട്ട് ഞങ്ങളെ ചൈനയിലേക്ക് അയച്ചിരിക്കുന്നതാണെന്ന്. ഞാൻ ചൈനീസ് ഭാഷ പറയുന്നുണ്ട്. ചൈനയിൽ എവിടെയെങ്കിലും കിട്ടിയാൽ, എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. എനിക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ 1 മണിക്കൂർ യാത്ര ചെയ്താൽ പോകുന്നത്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കേൾക്കും, കൊന്ത ചെല്ലും, പ്രാർത്ഥിക്കും. ആരെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി തരും പറയാനായിട്ട്. അപ്പം ഞങ്ങളൊരു ലിവിങ് വിറ്റ്നസ് ആയിട്ടാണ് ഞങ്ങളുടെ പള്ളിയിലാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എക്സ്ട്രോഡിനറി മിനിസ്റ്റേഴ്സായിട്ട് യൂക്കരിസ്റ്റിക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പോയാൽ പറ്റിയ, കൊച്ചുങ്ങൾ ചെറുതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതിൽ ഫുൾ ടൈം ആയിട്ട് ഞാൻ സൺഡേ എക്സ്ട്രോഡിനറി യൂക്കരിസ്റ്റ് മിനിസ്റ്ററായിട്ട് പാരീഷിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫിലിപ്പീനോ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ സാക്ഷ്യം പറയാനും, നിങ്ങളിവിടെ കഴിഞ്ഞ കൊല്ലം 2025 ഒക്ടോബർ മാസത്തിൽ റാലി ചെയ്ത് അതേ ദിവസം ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ പള്ളിയിൽ എന്നെ അവർ പ്രത്യേകം വിളിച്ചു, ഒരു മാതാവിൻ്റെ ടെസ്റ്റിമണി പറയാമോ നിങ്ങൾ. അന്നും ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോഴും പിന്നെ എഡ്യൂക്കേഷൻ ഡേ പാരിഷ് പ്രീസ്റ്റ് ചോദിച്ച് ഞങ്ങളോട് ഷെയർ ചെയ്യാമോന്ന്. പല കാര്യത്തിലായിട്ട് മാതാവ് ഞങ്ങളെ ഒരുക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ആമേൻ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വചനമാണ്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം തൻ്റെ കൃപ നമുക്ക് നൽകുകയാണ്. വരണ്ട ഭൂമിയിലേക്ക് ഒരു പക്ഷേ ആത്മീയ വരൾച്ചയാവാം, ജോലിയില്ലായ്മയാവാം, കുടുംബ പ്രശ്നമാവാം, രോഗാവസ്ഥയാവാം, പലതരം ദുഃഖങ്ങളാവാം. എന്തു തന്നെയായാലും മനസ്സ് തളർന്നിരിക്കുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ദൈവം പുതിയ ഒരു ശക്തി നൽകുകയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പാലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പരിശുദ്ധ അമ്മ മാതാവിനിലൂടെ ഈശോയുടെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് മേരി ജോസഫ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. നമുക്കറിയാം, ചൈനയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ മകൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയുടെ കൂടെയാണ് ജീവിതയാത്ര തുടരുന്നത്. ഈ മകൾ പറഞ്ഞത് ആദ്യം ഒരു ഫ്ലാറ്റ് വേണമായിരുന്നു, ഒരു വീടായിരുന്നു ആഗ്രഹിച്ചത്. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ സാധിക്കുകയും 13 വർഷമായിരുന്ന മകൻ്റെ എക്സിമോ എന്ന സിക്നെസ് അതും കംപ്ലീറ്റായിട്ട് ക്യൂർ ആക്കാൻ സാധിച്ചത് അതും ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ്. പിന്നെ മകന് കിട്ടിയ അഡ്മിഷന്, സെക്കൻഡറി സ്കൂൾ അഡ്മിഷന് അവിടെ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം വി നോ ദ ഡിഫറൻസ്, റേസ് ഡിഫറൻസ് ഉണ്ട്, പിന്നെ കൾച്ചറൽ ഡിഫറൻസസ് എല്ലാം കൂടെ നോക്കുമ്പോഴത്തേന് അവിടെ പ്രൊഫഷണൽ പ്ലസ് എഫിഷ്യൻസി ഒക്കെ നോക്കിയാണ് അഡ്മിഷൻ കിട്ടുക. പക്ഷെങ്കിൽ ഇവിടെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ മകന് ലഭിച്ച കൃപയായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് ആദ്യം ഈ മകന് C ഗ്രേഡ് കിട്ടുകയും പിന്നീട് B ഗ്രേഡ് ആവുകയും പിന്നീട് A ഗ്രേഡിലേക്ക് മാറുവാൻ സാധിച്ചതെല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്.
നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടിയിൽ നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ തന്നെയും കൃപയിൽ നമുക്ക് മെറിറ്റാക്കിയാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന്. അങ്ങനെയാണ് ഈ മകന് നല്ല ഒരു ഫേമസ് പ്രസ്റ്റീജിയസ് സ്കൂളിൽ തന്നെ ആഗ്രഹിച്ച പ്രകാരം തന്നെ ഒരു അഡ്മിഷൻ കിട്ടുകയാണ്. പിന്നീട് ഈ മകളൊരു +2 സ്കൂളിലെ ടീച്ചറാണ്. +1 +2 എക്സാമിന്, അതായത് DSC എക്സാം, ഡിപ്ലോമ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനാണ് അവിടെ മെയിനായിട്ടുള്ളത്. ആ എക്സാമിന് വേണ്ടിയിട്ട് തൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നല്ലൊരു റിസൾട്ട് കിട്ടുവാനായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ലാസ്റ്റ് ഇയറിൽ നല്ല മെറിറ്റോട് കൂടി നല്ല റിസൾട്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെയും കൃപയാലാണെന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് 16 വർഷം പഠിപ്പിച്ചിരുന്ന സ്കൂളാണ്. അപ്പോൾ നോൺ ചൈനീസിന് അവിടെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് വെച്ചാൽ പല പല തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ ആ തടസ്സങ്ങളെല്ലാം മാറ്റി, കുടുംബത്തിലെ തടസ്സങ്ങളും ജോലി സ്ഥലത്തെ തടസ്സങ്ങളെല്ലാം മാറ്റി ഈശോയും അമ്മയും നല്ലൊരു സ്ഥലം തന്നെ ഒന്ന് ക്രമീകരിച്ച് കൊടുക്കുകയാണ്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസിന് വേണ്ടി പരിശുദ്ധാത്മാവ് കൂടെ വരാനായിട്ട് വിസ്ഡം ആൻഡ് പ്രൂഡൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെയും ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ, ആ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് ആ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് പിന്നീട് പറഞ്ഞത്. സ്കൂളിൽ ഒബ്സർവേഷൻ ഡേയിൽ എല്ലാ രീതിയിലും നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല രീതിയിൽ അത് ചെയ്യുവാനൊക്കെ സാധിച്ചതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടിയിൽ നിബന്ധനകൾ പാലിച്ച് നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രേസ് ആഫ്റ്റർ ഗ്രേസ്, കൃപ ആഫ്റ്റർ കൃപ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ മകളുടെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും പല ഭാഷകളിൽ, അതായത് തെഗാലോ, ചൈനീസ്, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ കൃപാസനം പത്രം മേടിക്കുകയും അതുതന്നെയല്ല ഇംഗ്ലീഷ് ടു ചൈനീസ് ട്രാൻസ്ലേഷൻ ചെയ്ത് ഈ സഹോദരിയും കൂട്ടുകാരിയും കൂടെ ചേർന്ന് നിന്നാണ് ചൈനീസ് പത്രത്തിന് വേണ്ടിയിട്ട് വളരെ ഒരു എഫേർട്ടാണ് എടുക്കുന്നത്. അതൊക്കെ ഈശോയുടെ അമ്മയ്ക്കും കൊടുക്കുന്ന ഒരു അനുഗ്രഹം, സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഈശോയും അമ്മയും അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതുപോലെ തന്നെയാണ് ഈ കുടുംബവും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് പത്രം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് പത്രം കൊടുക്കുകയും പിന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മലയാളം പത്രം മേടിച്ച് മറ്റുള്ളവർക്ക് പങ്ക് ചെയ്യുമൊക്കെ കാരുണ്യ പ്രവൃത്തികളും അതുപോലെ തന്നെ കഴിയുന്നതിൻ്റെ പരമാവധി കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ആത്മീയ ജീവിതമാണെങ്കിലും കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ജപമാല നമ്മൾ ടൈം ഷോർട്ടായിരുന്നതുകൊണ്ടാണ് ഷോർട്ട് ചെയ്ത് അവിടെ ഷെയർ ചെയ്തപ്പോൾ ജപമാലയും കുർബാനയും കുമ്പസാരവും എല്ലാം അതായത് രീതിയിൽ, അതായത് ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോയും അമ്മയും ഈ മക്കളോട് ചേർന്ന് നിന്ന് ചൈനയിലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ടുള്ള ഒരു കൃപ ഈ സഹോദരിക്ക് കൊടുക്കുന്നത്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ആശ്രയിച്ച് ആ നിബന്ധനകൾ പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ വരൾച്ചകളിലും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ഈശോയുടെ അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നമ്മളെയും തീർക്കുകയാണ്. ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈശോയെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മേരി ജോസഫിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. എൻ്റെ പേര് അനുലാൽ. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ തിരുഹൃദയ ദേവാലയ ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഈശോ നൽകിയ കൃപകൾക്കും ദൈവപിതാവിൻ്റെ കാരുണ്യത്തിനും നന്ദി പറയുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ദൈവാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 28 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 4ാമത്തെ പുതുക്കലായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ. അതിനുശേഷം ഞാൻ വിദേശത്ത് പോവുകയാണ്, ഗൾഫിൽ ജോലിക്ക് പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതിന് മുൻപിലുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുണ്ടായ അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ അനുഭവങ്ങൾ രോഗസൗഖ്യത്തിൻ്റേതാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്.
ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ, പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന, വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ചുമ, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ അസുഖം 2 ആഴ്ച മിനിമം അത് നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഉടമ്പടി തേനിൻ്റെ ഉപയോഗം, അതുപോലെ ഉടമ്പടി ഉപ്പിൻ്റെ ഉപയോഗത്താൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്കതിന് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ഒച്ചയടപ്പ് പ്രശ്നങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ വൈറൽ ഇൻഫെക്ഷനായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ 1 മാസത്തോളം ഒച്ചയടപ്പ് ബാധിച്ച് ജോലി ചെയ്യാനാവാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് ഞാൻ അധ്യാപന മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ജോലി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ 1 മാസത്തോളം, ആഴ്ചകളോളം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹപ്രവർത്തകരുടെ ഇടയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ആ തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവാതെ ഉടമ്പടി തേനിൻ്റെയും ഉടമ്പടി ഉപ്പിൻ്റെ ഉപയോഗത്താൽ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുകയും ഞാൻ സുരക്ഷിതനായിരിക്കുകയും ചെയ്തു എന്നതാണ് ആദ്യമായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം അതുകൂടാതെ അടുത്ത ഒരു സാക്ഷ്യമായി പറയാനുള്ളത്, കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതി ജപമാല റാലി നടക്കുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ ഗൾഫിലാണ്. ആ സമയത്ത് ഓൺലൈനായി ഈ ജപമാല റാലിയിൽ ശനിയാഴ്ച എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഞാനവിടെ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലുകയായിരുന്നു. വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ജപമാല റാലിയുടെ അവസാനം ജോസഫ് അച്ഛൻ്റെ ഒരു രോഗസൗഖ്യ ധ്യാനം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായിരുന്നു പിത്താശയത്തിലെ കല്ലുകൊണ്ടുണ്ടാകുന്ന അതികഠിനമായ വേദന. അപ്പോൾ ഇരിക്കുമ്പോഴും, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പോലും ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ റൈറ്റ് സൈഡിലുള്ള വാരിയലിൻ്റെ താഴെയായി അതികഠിനമായ വേദനയാണ് അനുഭവപ്പെടുക. അസ്വസ്ഥതയാണത്. അപ്പോൾ ആ ഒരു അസ്വസ്ഥതയിൽ ഒരുപാട് നാളുകളെ എന്ത് മരുന്ന് കഴിക്കണമെന്നറിയില്ല, ഏത് ഡോക്ടറെ കാണണമെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വിദേശത്ത് പോകുന്നത്. വീട്ടിൽ അറിയിക്കാനാണെങ്കിൽ അതും ബുദ്ധിമുട്ട്. അവരോട് ഞാൻ വളരെ ലഘൂകരിച്ച് കാര്യങ്ങൾ പറയുമെങ്കിലും എൻ്റെ രോഗാവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ജപമാല റാലി സംഭവിക്കുന്നത്. ഞാൻ പങ്കെടുക്കുന്നു. രോഗസൗഖ്യ ധ്യാനം അങ്ങനെ ഞാൻ പങ്കെടുക്കുന്നു. ആ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു, നിങ്ങളുടെ അസുഖമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ. ആ നിമിഷം തന്നെ അതികഠിനമായ വേദന ഇല്ലാതാവുന്ന വലിയൊരു അനുഭവം എനിക്കുണ്ടായി. ഇതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ആ സ്ഥലത്ത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശിട്ട് എല്ലാ ദിവസവും രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റൊരു ആരോഗ്യ പ്രശ്നം എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായത്, എൻ്റെ സ്പ്ലീൻ എൻലാർജ് ചെയ്തിരിക്കുകയാണ് എന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടായിരുന്നു. കഴിഞ്ഞ തവണ വിദേശത്ത് പോകുന്നതിന് മുമ്പായി ചെറിയ തോതിൽ ബിലിറൂബിൻ കൂടിയതുകൊണ്ട് എന്താണ് കാരണം എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് സ്കാൻ ചെയ്തത്. അങ്ങനെയാണ് ഇത് കാണുന്നത്. അതുപോലെ രക്തക്കുഴലുകൾ അതിൻ്റെ മുകളിൽ, സ്പ്ലീനിൻ്റെ മുകളിൽ കുറച്ച് തടിച്ചിട്ടാണ് എന്നൊക്കെയുള്ള വലിയ ഒരു സ്കാനിങ് റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് തൽക്കാലം ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അത് മനസ്സിലെപ്പോഴും ഒരു ഭീതിയായി നിലകൊണ്ടിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ മറ്റ് ചില വീക്കങ്ങളുള്ള പ്രദേശങ്ങളിലും. പക്ഷേ ഈ വർഷം 1 വർഷം തുടർച്ചയായി ഉടമ്പടി തൈലം ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട്. ഈ വർഷം കഴിഞ്ഞ ദിവസം ഞാൻ സ്കാൻ ചെയ്തു. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ സ്പ്ലീനിൻ്റെ വീക്കം വളരെ നോർമലാണ്. അങ്ങനെ വീക്കമേ ഇല്ല. ആരോഗ്യകരമായ ഒരു സ്പ്ലീൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇരിക്കുന്നതെന്ന് ഏത് സ്കാനിങ് സെൻറ്ററിലാണോ എനിക്ക് ആ റിപ്പോർട്ട് തന്നത്, അവിടെ നിന്ന് തന്നെ എനിക്ക് ഇത്തരത്തിൽ വളരെ നല്ലൊരു റിപ്പോർട്ട് ലഭിച്ചു, മാതാവ് നേടിത്തന്നു. അതുപോലെ തന്നെ മറ്റൊരു എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ രോഗസൗഖ്യങ്ങൾ കൂടാതെ തന്നെ നിരവധി തവണ സാധാരണ വരുന്ന ഫ്ലൂ, പനി, അത്തരം കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഉടമ്പടി തൈലം ആശ്രയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി തേന്, ഉപ്പ് ആശ്രയിക്കാറുണ്ട്. ഉടമ്പടി ഉപ്പിൻ്റെ മറ്റൊരു സാക്ഷ്യമുള്ളത്, എൻ്റെ ജോലി സംബന്ധമായി ടീച്ചർ വെരിഫിക്കേഷന് വേണ്ടി ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എൻ്റെ യോഗ്യതകൾ അനുസരിച്ച് ഒരു അപ്രൂവൽ കിട്ടുമോ, മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം. മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടുമോ എന്ന് സഹപ്രവർത്തകരൊക്കെ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടി ഉപ്പ് അപ്ലൈ ചെയ്ത്
എൻ്റെ ആപ്ലിക്കേഷനും ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. അതിന് മിനിസ്ട്രിയുടെ വെരിഫിക്കേഷൻ ലഭിക്കുകയും എനിക്ക് ടീച്ചർ അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു എന്നതും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം എനിക്കൊരിക്കൽ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടി വന്നു. അതിൻ്റെ ഒരു ടൈം അപ്രൂവൽ, ഒരു ടൈമുണ്ട്, അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഈ അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്തിനുള്ളിൽ എത്തിച്ചേരുമോ എന്നന്ന് സംശയമായിരുന്നു. എൻ്റെ കൂടെ സ്കൂളിലെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരും, കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കാശുരൂപം കാണിച്ചു, ഉടമ്പടി കാശുരൂപം. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വാഹനത്തിലിരിക്കുകയാണ്. യാതൊരു സാധ്യതയുമില്ല എത്താനെന്ന് അവസാനം ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. അങ്ങനെ വലിയൊരു ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് അവിടുന്ന് മറ്റൊരു വാഹനം ഞങ്ങളുടെ മുമ്പിലേക്ക് ക്രോസ് ചെയ്ത് കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, അതുവഴി പോകാം, ആ വാഹനത്തിൽ നിന്ന് പിന്തുടർന്ന് നോക്കാം. അങ്ങനെ ആ വാഹനത്തെ പിന്തുടർന്ന് കൃത്യസമയം, 1 മിനിറ്റ് പോലും ബാക്കിയില്ലാതപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഓഫീസിൽ, അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ എത്തുകയും കൃത്യമായി വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ഡ്രൈവർ സുഹൃത്ത് പറഞ്ഞത്, ആ സ്ത്രീയുടെ കാറിനെ പിന്തുടർന്നുകൊണ്ടാണ്, ഏതോ ഒരു ലേഡിയാണ്, ആ ലേഡിയുടെ കാറിനെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നെന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എനിക്കറിയാം അവിടെ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ യോഗ്യതകളില്ല, എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചത് എൻ്റെ പിറന്നാൾ ദിവസം ജനുവരി 18, 2026 ഞാൻ അവിടുത്തെ പള്ളിയിലിരുന്നു കൊണ്ട് ജപമാല ചൊല്ലുകയായിരുന്നു. അന്ന് രാവിലെ നിത്യസഹായ മാതാവിൻ്റെ ഒരു ചിത്രത്തിന് മുന്നിലിരുന്നു കൊണ്ട്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചതാണ് മറ്റൊരു സാക്ഷ്യം. അതുപോലെ ഈ ജനുവരി 1 എന്നെ ദ്രോഹിച്ച ഒരുപാട് പേരുണ്ട്, എന്നെ ഒരുപാട് രീതിയിൽ ദ്രോഹിച്ച മനുഷ്യർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചു, അവരോടൊക്കെ ക്ഷമിക്കാൻ സാധിച്ചു. അതുപോലെ എന്നോട് ദൈവം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു അനുഭവം എനിക്കുണ്ടായി, നിരന്തരം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് 4ാം തവണ ഉടമ്പടി പുതുക്കിയതിന് ശേഷം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നിസ്സാരമായ വിഷയങ്ങളിൽ പോലും ഒരു സാധനം വാങ്ങാൻ നമ്മളൊരു കടയിലേക്ക് കയറിയാൽ ആ കടയിൽ നിന്ന് സാധനം വാങ്ങണോ വേണ്ടയോ എന്ന കാര്യം പോലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വചനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോണിൽ വചനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ലഭിക്കുമായിരുന്നു. അങ്ങനെ ദൈവവുമായിട്ടൊരു നേർക്ക് നേർ കമ്മ്യൂണിക്കേഷൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എത്ര നിസ്സാരമാണെന്ന് തോന്നുന്ന മേഖലകളിലും, എത്ര സീരിയസ് ആയ മേഖലയിലും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. എല്ലായ്പ്പോഴും അതങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടാറില്ല. അതെനിക്ക് മനസ്സിലാവും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ചില സമയത്തൊരു ആശയക്കുഴപ്പമോ ഒരു കൺഫ്യൂഷനോ ഒക്കെ എനിക്കും ഉണ്ടാവും. ദൈവം പിണങ്ങുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ചില സമയത്തൊക്കെ. കാരണം എനിക്കൊന്നും അങ്ങനെ ഒരു ദൈവവചനം എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മ ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് ഉപദേശിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം വചനങ്ങൾ എപ്പോഴും ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതാണ് മറ്റൊരു സാക്ഷ്യം. എൻ്റെ കുടുംബത്തെ ബാധിച്ച ഒരുപാട് വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈപിടിച്ച് നയിച്ച് വലിയ കുടുക്കുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് എൻ്റെ ജോലി സംബന്ധമായി എൻ്റെ സ്കൂളിൽ നിരവധി ചാലഞ്ചിങ് ആയ സാഹചര്യങ്ങൾ വന്ന സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. ഈ ഒറ്റ കാരണം കൊണ്ട് ഞാൻ കടന്നുപോയ ഒരു വിജയകരമായി കടന്നുപോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഒരു ടീച്ചർ വർക്ക്ഷോപ്പ്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കൂളിൽ എനിക്കൊരു ടീച്ചർ വർക്ക്ഷോപ്പ് ചെയ്യണമായിരുന്നു. ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് ചെയ്തു കൊടുക്കണമായിരുന്നു. ഒരു 6 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെയാണെങ്കിൽ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ അങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുകയും ചെയ്യുമായിരുന്നു. വളരെ സജീവമായി വർക്ക്ഷോപ്പുകളും ഒക്കെ സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഒരുപാട് തകർച്ചകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരികയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പിന്നോട്ടടിച്ച് ഡിപ്രഷൻ പോലെ ഒരു സാഹചര്യത്തിൽ, ഡിപ്രഷനല്ല എങ്കിലും അതുപോലൊരു സാഹചര്യത്തിൽ ആരുടെ മുന്നിൽ പോലും എത്താതെ ഒതുങ്ങി ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ഔട്ടായ ഒരവസ്ഥയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു 0- നിൽക്കുമ്പോൾ ഇങ്ങനൊരു അവസരം എനിക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി പേടിയാണ് ഉണ്ടായത്. ഒന്നത് നിരസിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നോട് അത് ചെയ്യാൻ പറഞ്ഞത്. അത് ചെയ്തേ പറ്റൂ, അത് നിർബന്ധമാണ്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഒഴിവാവാൻ പറ്റില്ല. ചെയ്താലാണെങ്കിൽ മോശമാവുമെന്ന് എനിക്ക് 100% ഉറപ്പുമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കാര്യം പോക്കാണ്.
അപ്പോൾ അവസാനം ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ മെറിറ്റ് ഇല്ല, മെറിറ്റ് ബിഗ് 0 ആണ്, മൈനസ് പോലും അല്ല, ബിഗ് 0. അപ്പോൾ അവിടെ ഞാൻ ഒറ്റ ഒരു വാക്ക് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഞാനിത് എന്നെ ഇതിൻ്റെ അകത്ത് ഈ 1.5 മണിക്കൂറാണ്, ഈ 1.5 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ അത് ഉപകാരപ്രദമായി എൻ്റെ ക്ലാസ്സിൽ നിന്ന് അവർ പറയണം, അങ്ങനെയാണെങ്കിൽ ഞാനിത് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ പ്രസൻറ്റേഷൻ കഴിയുന്നു, ടീച്ചർ വർക്ക്ഷോപ്പ് കഴിയുന്നു. പറഞ്ഞ പോലെ തന്നെ ആ പ്രസൻറ്റേഷനിൽ പങ്കെടുത്തവർ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് വളരെ ഉപയോഗപ്രദമായി ഈ ക്ലാസ് എന്ന് എന്നോട് പറയുകയും ചെയ്തു. അത് ഒരു സാക്ഷ്യമായി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ മറ്റൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ ഒരു PTA മീറ്റിംഗ്. വളരെ ഭയത്തോടു കൂടി എല്ലാവരും കണ്ടൊരു മീറ്റിംഗാണ്. പാരൻസ് പരാതി പറയൂ എന്നൊക്കെയുള്ള ഭയം. അവിടെയും ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞേക്കാം, ഇതിൻ്റെ അത് രക്ഷിച്ചു തരണം. അങ്ങനെ അവിടെയും എന്നെ, ആ സ്കൂളിന്, എൻ്റെ അധ്യാപകരെ, സുഹൃത്തുക്കളെല്ലാവരെയും അന്ന് ഒരു കുഴപ്പവും കൂടാതെ ഏറ്റവും മോശം പറയുമെന്ന് ഞങ്ങൾ കരുതിയ അവസ്ഥയിൽ പാരൻസൊക്കെ വന്നിട്ട് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയ ഒരു മീറ്റിംഗായി അത് മാറി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 1-2 പേര് വ്യക്തിപരമായി എന്നോടും വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോയി. മറ്റൊരു സമാനമായ സാക്ഷ്യമാണ് ക്വാളിറ്റി അസസ്മെൻറ്റിൻ്റെ അവിടുത്തെ മിനിസ്ട്രിയുടെ സന്ദർശനം. യുദ്ധ സാഹചര്യത്തിൽ, ഗൾഫിൽ നടക്കുന്ന യുദ്ധം നമുക്കറിയാമല്ലോ, യുദ്ധ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ക്ലാസ്സുകൾ മാറി. അപ്പോൾ ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ വിജയകരമായിട്ടാണോ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി മിനിസ്ട്രിയുടെ വിസിറ്റ് ഉണ്ടാവും. ആ സമയത്ത് ഇതുപോലെ തന്നെ സ്കൂളിൽ ഞാൻ നേരിട്ട് ചെന്നിട്ടാണ് അവിടെ ക്ലാസ് എടുത്തത്. കാരണം ആ സമയത്ത് അതായിരുന്നു എനിക്ക് സൗകര്യം. എൻ്റെ അടുത്ത് അതിനുള്ള ഒരു സ്വന്തമായി അതിനുള്ളൊരു സാങ്കേതികത എൻ്റെ അടുത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഡിവൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പോയി അവിടുത്തെ ലാബിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് മിനിസ്ട്രിയുടെ വിസിറ്റിൻ്റെ ദിവസം ക്ലാസ് എടുത്തത്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ അന്ന് ഒരിക്കലും സംഭവിക്കാത്തതുപോലെ ഈ ഒപ്പിട്ട് പ്രാർത്ഥിച്ച അതേ കമ്പ്യൂട്ടർ അന്ന് ഷട്ട് ഡൗൺ ആയിപ്പോയി ക്ലാസ് എടുക്കുന്നതിനിടയിൽ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിനു മുമ്പ് പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് ഒരു കാര്യം ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ അതിലും നല്ല വഴികൾ ദൈവം തുറക്കുമെന്ന്. എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്, അത് കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അനുഭവം. അപ്പോൾ അതുപോലെ തന്നെ ഒരു അനുഭവമായിരുന്നു ഇത്. തൊട്ടടുത്ത് വേറൊരു കമ്പ്യൂട്ടർ ഞാൻ ഓണാക്കി വെച്ചിരുന്നു വെറുതെ. അങ്ങനെ അതുപയോഗിച്ച് പെട്ടെന്ന് തന്നെ ക്ലാസ് റെസ്യൂം ചെയ്തു, ക്ലാസ്സുകൾ പൂർത്തിയാക്കി. എന്ന് മാത്രമല്ല, ആ BQA വിസിറ്റിൽ, ആ ക്വാളിറ്റി അസസ്മെൻറ്റിൻ്റെ വിസിറ്റിൽ ഞങ്ങളുടെ സ്കൂളിന് വളരെ പോസിറ്റീവായ, സാറ്റിസ്ഫാക്ടറി എന്നുള്ള റിവ്യൂ ലഭിക്കുകയും ചെയ്തു എന്നതും സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ. ഞാൻ കാരുണ്യപ്രവർത്തനമായിട്ട് സാമ്പത്തിക സഹായം നൽകാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എൻ്റെ പരിമിതമായ അവസ്ഥയിൽ ഇല്ലായ്മയിൽ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ യുദ്ധസമയത്ത് പരിഭ്രാന്തിയിലായിപ്പോയ സുഹൃത്തുക്കളെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. അതുപോലെ എനിക്ക് പറ്റുമ്പോഴൊക്കെ എൻ്റെ വിദ്യാർത്ഥികളോട് കാരുണ്യത്തോടെ പെരുമാറുക, ആവശ്യത്തിന് അവർക്ക് സംശയ ദൂരീകരണം നിവാരണം ചെയ്തു കൊടുക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആശുപത്രികൾ സന്ദർശിക്കുക, രോഗികളെ നേരിട്ട് കണ്ട് പത്രം കൊടുത്ത് എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, സോഷ്യൽ മീഡിയയിലൂടെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് നേരിട്ട് ആൾക്കാരോട് കാര്യം പറയുക എന്നുള്ളതാണ്. അത് എനിക്ക് ചെയ്യാൻ സാധിച്ചു. നേരിട്ട് ഫോൺ വഴിയും നേരിട്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും പരിചയമുള്ളവരോടും ഒക്കെ ഈശോയെക്കുറിച്ചും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ദൈവം നേരിട്ട് വന്നു എന്നുള്ളതും, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈ മരിയൻ ഉടമ്പടിയെക്കുറിച്ചും എനിക്ക് പറയാൻ സാധിച്ചു. അതിൽ കുറച്ചു പേരെങ്കിലും ഉടമ്പടി എടുക്കാൻ തയ്യാറായി വളരെ താല്പര്യത്തോടെ മുന്നോട്ട് വന്നു. അതിൽ ഒരാൾ ഓൾറെഡി നിരവധി തവണ എൻ്റെ സുഹൃത്ത് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. മറ്റ് 2 പേർ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിലൊരാൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. അങ്ങനെ എന്നാൽ കഴിയും വിധം പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു വരും. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജീവിതത്തിലെ ദൈവാനുഭവങ്ങൾ, ദൈവം ഇത്രയും ടാഞ്ചിബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് മനസ്സിലായത് അതിന് ശേഷമാണ്. എൻ്റെ ജീവിതത്തിൽ എന്താണ് ക്രിസ്തുവിൻ്റെ വഴിയെന്ന് മനസ്സിലാക്കി തന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയാണ് ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് എന്നെയും എൻ്റെ കുടുംബത്തെയും. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് അടുത്ത തവണ പറയാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അനുലാൽ എസ് കണ്ണൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. നിരവധിയായ ദൈവാനുഗ്രഹങ്ങളോടുകൂടിയാണ് എൽത്താനയ്ക്ക് മുമ്പിൽ തൻ്റെ മരുടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് മുമ്പിൽ രേഖപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ എപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഇടപെടലും അനുഗ്രഹങ്ങളോടുകൂടി മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് അനുലാലിൻ്റെ വാക്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തിലാണ് ആരംഭിക്കുന്നത്. അതിശക്തമായ പിത്താശയ കല്ല് സംബന്ധമായ വേദനയാണെങ്കിലും അതുപോലെ തന്നെയാണെങ്കിലും സ്പീനൽ എൻലാർജ് സംബന്ധമായ സുഖമാണെങ്കിലും അത് ശക്തിയായ വേദനയോടുകൂടിയാണ് മുമ്പോട്ട് പോയെങ്കിലും അത് ജപമാല റാലിയോട് പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴും അത് രോഗസൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ അനുലാലിന് ലഭിക്കുക ചെയ്യുന്നുണ്ട്. അതേ തുടർന്നാണെങ്കിലും വിദേശത്ത് ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു അധ്യാപകനായിട്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് സംസാരിക്കേണ്ട അവസ്ഥ വരുമ്പോഴും അവിടെയെല്ലാം പലർക്കും കൂടെയുള്ളവർക്കൊക്കെ ത്രോട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടു കൂടി വലിയ അനുഗ്രഹത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുവാനും യാതൊരുവിധമായ അസുഖങ്ങളൊന്നും വരാതെ കണ്ട പരിശ്രമ അനുഗ്രഹത്താൽ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും തുടർന്ന് നമ്മൾ കേൾക്കുക ദൈവ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഒരു ഫിംഗർ പ്രിൻ്റ് വെരിഫിക്കേഷൻ വേണ്ടി പോകുമ്പോഴത്തേക്കും എപ്രകാരം അവരറിയാത്ത ഒരു വാഹനത്തിലൂടെയും ഒരു ലേഡിയിലൂടെയും അവർക്കൊരു ബ്ലോക്കിൽ നിന്ന് മുമ്പോട്ട് പോകാനുള്ളൊരു വഴി തുറന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് തൻ്റെ അധ്യാപക മേഖലയെ സംബന്ധിക്കുമ്പോൾ ഒരു വർക്ക്ഷോപ്പ് കൂടെയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എടുത്ത ക്ലാസ് അവർക്ക് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കാൻ തക്ക രീതിയിൽ ഒരു സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ കേൾക്കാനായിട്ട് ഇടയാക്കി ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴത്തെ നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ടാണ് പരിശുദ്ധമ്മ അനുവിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും അനുലാലിനെയും കുടുംബത്തെയും മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും നിരവധിയായ നിയോഗങ്ങളും പ്രാർത്ഥനകളുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.